വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറിയ ഇസ്രായേൽ ഗസയിൽ ആക്രമണം കടുപ്പിച്ചു. കര വ്യോമ ആക്രമണം അതിശക്തമായി തുടരുകയാണ്. ഗസ സിറ്റിയിലെ സെയ്റ്റോൺ പ്രദേശത്തെയാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമിക്കുന്നത്. ഇതുവരെ സെയ്റ്റോണിലെ 25 ഇടങ്ങളിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ 10 വീടുകൾ തകർന്നതായി പലസ്തീനിയൻ ന്യൂസ് ഏജൻസിയായ വഫ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടപ്പുണ്ടെന്നും ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനാൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്നില്ലെന്നും വഫ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ യുദ്ധം രൂക്ഷമായതോടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഗസയിൽ ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന റഫയിൽ അഭയം പ്രാപിച്ചിട്ടുള്ളത്. ഈ അഭയാർത്ഥികൾ റഫ ഉപേക്ഷിക്കുന്നതായി UN ഏജൻസിയായ UNRWA പറഞ്ഞു. റഫയുടെ കിഴക്കൻ മേഖലയിൽ കരയാക്രമണവും വ്യോമാക്രമണവും ശക്തമാക്കിയതോടെ 80,000-ഓളം ആളുകളാണ് റഫയിൽ നിന്ന് പോയതെന്നും UN ഏജൻസി അറിയിച്ചു. ഗസയിൽ അടിയന്തരമായി വെടിനിർത്തൽ വേണമെന്നും റഫ ഉപേക്ഷിച്ചു പോകുന്ന പലസ്തീനികളുടെ അവസ്ഥ അതിദാരുണമാണെന്നും UNRWA പറയുന്നു. ഇവർ ഗസയിൽ ഒരിടത്തും സുരക്ഷിതരല്ലെന്നും ഏജൻസി പറയുന്നുണ്ട്. ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ ശേഷം ഏകദേശം 1.5 മില്യൺ അഭയാർത്ഥികളാണ് റഫയിൽ തങ്ങുപിടിച്ചിരുന്നത്. അതിനിടെ ഗസയിലെ കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കയും UN പങ്കുവച്ചു. ഈജിപ്തിൽ നിന്ന് റഫയിലേക്ക് അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെ എത്തുന്ന റഫ ബോർഡർ ക്രോസിംഗിൻ്റെ നിയന്ത്രണം ഇസ്രായേൽ പിടിച്ചെടുത്തിരുന്നു. ഇതോടെ റഫയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ എത്തുന്നത് തടസ്സപ്പെട്ടിരുന്നു. റഫയിൽ ആക്രമണം കടുപ്പിച്ചതിനിടെ ഇസ്രായേലിന് സൈനിക സഹായം നൽകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ഇസ്രായേലിൻ്റെ ദാർഷ്ട്യത്തിനെതിരെ ലോകം മുഴുവൻ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് തീരുമാനം പ്രഖ്യാപിച്ച് ബൈഡൻ രംഗത്ത് വന്നത്. ബോംബാക്രമണത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നു, ഇതാണ് തീരുമാനത്തിന് പിന്നിലെന്നും ബൈഡൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. അതിനിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന റഫയിലെ കിഴക്കൻ മേഖലയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ ജീവഭയത്തിൽ 10,000-ങ്ങളാണ് റഫ ഉപേക്ഷിക്കുന്നത്. ഒക്ടോബർ 7-ന് തുടങ്ങിയ ഗാസ ആക്രമണത്തിൽ ഇതുവരെ ഏകദേശം 30,844 പേരാണ് കൊല്ലപ്പെട്ടത്. 78,404 പേർക്ക് പരിക്കുപറ്റി. കെയ്റോയിൽ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥതയിൽ ചേർന്ന വെടിനിർത്തൽ ചർച്ചയ്ക്ക് പിന്നാലെ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതായി ഹമാസ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വെടിനിർത്തൽ കരാർ വന്നാലും ഗസയിലെ റഫ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു. ഹമാസ് വെടിനിർത്തലിന് സമ്മതിച്ചതോടെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ ഇസ്രായേൽ റഫയിലെ ആക്രമണം കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്തത്. വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയത്. തിങ്കളാഴ്ചയാണ് വെടിനിർത്തലിനുള്ള സന്നദ്ധത ഹമാസ് അറിയിച്ചത്. പിറ്റേ ദിവസം അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. പലസ്തീൻ ഈജിപ്ത് അതിർത്തിയിലെ ബോർഡർ ക്രോസിംഗിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. മാത്രമല്ല ഇതിലൂടെയുള്ള ഗതാഗതത്തിന് ഇസ്രായേൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു. ഇതിലൂടെ കൃത്യമായ സന്ദേശമാണ് ഇസ്രായേൽ നൽകുന്നത്. സ്ഥിരമായ വെടിനിർത്തൽ ഉണ്ടാവില്ല, ഗസയ്ക്കെതിരെയുള്ള യുദ്ധം തുടരും. ഈ സൂചനയാണ് ഇസ്രായേൽ നൽകുന്നത്. ഇസ്രായേൽ വഴങ്ങിയില്ലെങ്കിൽ വെടിനിർത്തൽ സംഭവിക്കില്ല. ഫലസ്തീനിലേക്കുള്ള മാർഗ്ഗങ്ങളെല്ലാം അടയ്ക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്ന് കരുതുന്നു.